തിരുവനന്തപുരത്ത് ആശാ വർക്കർമാർക്ക് ഐക്യദാർഢ്യവുമായി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല സമരപ്പന്തലിലെത്തി. ഇവിടെ നടക്കുന്ന സമരത്തിൽ രാഷ്ട്രീയമില്ല. ആശാ വർക്കർമാർക്ക് ഓണറേറിയവും വിരമിക്കൽ ആനുകൂല്യവും നൽകണം. ചർച്ചയിൽ ആരോഗ്യ ഉദ്യോഗസ്ഥർക്ക് പകരം മന്ത്രി പങ്കെടുക്കണമെന്നും ചെന്നിത്തല പറഞ്ഞു. മുഖ്യമന്ത്രി വിചാരിച്ചാൽ അരമണിക്കൂർ കൊണ്ട് തീരേണ്ട ഒരു കാര്യമാണിത്. കാരണം ഇവരാവശ്യപ്പെടുന്ന ന്യായമായ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ മുഖ്യമന്ത്രി അവരെ വിളിച്ച് ചർച്ച ചെയ്യണം. ഓണറേറിയം വർദ്ധിപ്പിക്കണം, അതുപോലെ വിരമിക്കൽ ആനുകൂല്യം കൊടുക്കണം. ഇതൊക്കെ ന്യായമല്ലേ? 232 രൂപ ഒരു ദിവസം കൊടുത്താൽ ആർക്കാ ജീവിക്കാൻ കഴിയുന്നത്? ധനകാര്യമന്ത്രിയുടെ പ്രസ്താവന വളരെ ദൗർഭാഗ്യകരമായി പോയി. എല്ലാവർക്കും വാരിക്കോരി കൊടുക്കല്ലേ? ഈ പാവങ്ങൾക്ക് വാരിക്കോരി കൊടുക്കണ്ട, വയറ് നിറയ്ക്കാനെങ്കിലും ഒരു അവസരം അവർക്ക് കൊടുക്കണ്ടേ? എന്ത് ക്രൂരതയാണ് ഇവിടെ കാണിക്കുന്നത്? ആ പ്രതികാര നടപടികളും ഭീഷണിയുമായിട്ടാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അതിനെ അതേ രീതിയിൽ തന്നെ ആശാ വർക്കർമാരും ഞങ്ങളും കൂടി നേരിടും എന്ന് തന്നെയാണ് പറയാം. ബിനോയ് വിശ്വത്തിന്റെ വാക്കും പഴയ ചാക്കും ഒരുപോലെയാണ്. അദ്ദേഹം പറയുന്ന ഒന്നും നിങ്ങൾ കണക്കിലെടുക്കണ്ട. സായിപ്പിനെ കാണുമ്പോൾ കവാത്ത് പറക്കുന്ന ആളാണ് ഈ ബിനോയ് വിശ്വം. വിവരങ്ങളുമായി മീര മനോഹരൻ ചേരുന്നു. മീര, 13ാം ദിവസത്തിൽ എത്തി നിൽക്കുകയാണ് ആശമാരുടെ സെക്രട്ടേറിയറ്റ് പടിക്കലെ സമരം. രമേശ് ചെന്നിത്തല അവിടെ എത്തി എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്? എന്തെങ്കിലും ഉറപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് മുൻകൈ എടുക്കുമെന്നോ മറ്റു ഉറപ്പുകൾ നൽകിയിട്ടുണ്ടോ ആശകൾക്ക്? ലക്ഷ്മി, അല്പം മുമ്പാണ് രമേശ് ചെന്നിത്തല ഈ സമരപന്തലിലേക്ക് എത്തിച്ചേർന്നത്. പൂർണ്ണമായും പാർട്ടിയുടെ ഉൾപ്പെടെ പൂർണ്ണമായ പിന്തുണ ഈ ആശമാർക്ക് പ്രഖ്യാപിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇവിടെ നിന്ന് മാറിപ്പോയിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ KPCC പ്രസിഡന്റ് ഉൾപ്പെടെ ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഈ ആശമാരുടെ സമരത്തിന് ഒരു രാഷ്ട്രീയവുമില്ല. അവർ അവരുടെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പോരാടുന്നത് എന്നുൾപ്പെടെയുള്ള വിവരങ്ങളാണ് രമേശ് ചെന്നിത്തല സൂചിപ്പിച്ചത്. വേതന വർധനവ് ഉൾപ്പെടെ ഈ പിരിഞ്ഞുപോകൽ ആനുകൂല്യം ഉൾപ്പെടെയായിരുന്നു അവർ ആവശ്യപ്പെട്ടുകൊണ്ട് ഈ സമരം പിന്തുടരുന്നത്. ഇപ്പോൾ നമ്മളുടെ കൂടെ ഈ സമരപന്തലിൽ നിന്നും ഈ സംഘടനയുടെ നേതാവ് ബിന്ദു വെച്ചാണ് ചേരുന്നത്. ചേച്ചി, എന്താണ് ആവശ്യങ്ങൾ? ഈ ആവശ്യങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയല്ലേ തീരുമാനം? അങ്ങനെ തന്നെയാണ് തീരുമാനം. അങ്ങനെ ഒരു തീരുമാനമായിട്ടാണ് നമ്മൾ 10ാം തീയതി ഇവിടെ എത്തിയത്. ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. ഈ മന്ത്രിയെ വീട്ടിൽ പോയി കാണുന്ന സമയത്ത് കാണാൻ പറ്റിയില്ല എന്നൊരു ആരോപണം ഉണ്ടായിരുന്നു. ഒക്കെ പഴയ കാര്യങ്ങളല്ലേ. നമ്മൾ അന്ന് മിനിസ്റ്റർ 10ാം തീയതി നമ്മുടെ സമരം തുടങ്ങിയപ്പോൾ വൈകുന്നേരം അവരെ കാണാൻ ചെന്നു. അപ്പോൾ അവർ തിരക്കിലായിരുന്നു. നമ്മളോട് പറഞ്ഞു ഞാൻ തിരക്കിലാണ്, രാവിലെ കാണാൻ. അപ്പോൾ നമ്മൾ വിചാരിച്ചത് നിയമസഭ നടക്കുന്നത് കാരണം അതിരാവിലെ വന്നാലേ കാണാൻ പറ്റത്തുള്ളൂ. 8 മണിയാകുമ്പോൾ നിയമസഭയിൽ കയറണ്ടേ. അപ്പോൾ സാധാരണയായി നമ്മൾ അങ്ങനെയൊക്കെയുള്ള സന്ദർഭങ്ങളിൽ മിനിസ്റ്റർമാരെ കാണുമ്പോൾ അവരുടെ ഔദ്യോഗിക വസതിയിലാണ് പോകുന്നത്. അങ്ങനെയാണ് അവിടെ ചെന്നത്. അപ്പോൾ അവർ വീട്ടിലല്ല കാണുന്നത്, പിന്നെ നിയമസഭയിൽ ചെന്നാൽ മതി എന്ന് പറഞ്ഞു. ഞങ്ങൾ അങ്ങനെ പോയി. അത് പ്രസംഗമധ്യേ അത് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അത് ചേച്ചി, പിന്നെ ഇന്നലെ ഈ മഹാസംഘവുമായി ബന്ധപ്പെട്ട് പങ്കെടുത്ത ആശമാരെ കുറിച്ച് ഒരു ഫോമിൽ ഗൂഗിൾ ഫോം വഴി ഒരു കാര്യങ്ങൾ ആരൊക്കെ പങ്കെടുത്തു എന്നുള്ള വിവരം ശേഖരിക്കുന്നു എന്നൊരു അതങ്ങനെ നടക്കുന്നുണ്ട് സംസ്ഥാനം ഒട്ടാകെ. അത് ഒഫീഷ്യൽസിനെ വെച്ചാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സമരത്തെ തകർക്കുന്നതിന് വേണ്ടിയിട്ട്. അതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് വന്ന ആശാവർക്കർമാർ ഭയക്കും എന്നാണ് അവർ വിചാരിക്കുന്നത്. കാരണം പലരുടെ സ്ഥലങ്ങളിലും ജോലി പോകും, ബുദ്ധിമുട്ടുണ്ടാകും എന്നൊക്കെയുള്ള ഭീഷണിയൊക്കെ ഉണ്ട്. വീടുകളിലുള്ള പുരുഷന്മാരെ കൂടിയൊക്കെ അവരിലൂടെയൊക്കെ ഇതൊക്കെ ചെയ്യാൻ അവർ ശ്രമിക്കുന്നുണ്ട്. അതിനൊന്നും അതൊന്നും ഇതിനകത്ത് വിലപ്പോകില്ല. ഇത് കേട്ടറിഞ്ഞിട്ട് നമ്മളുടെ നേരിട്ട് ബന്ധമില്ലാത്ത ഒരു ആശമാരിന്ന് ഈ സമരം ഇവിടെ നടക്കുന്ന അറിഞ്ഞിട്ട് പാലക്കാട് നിന്ന് വന്നിരിക്കുകയാണ്. അവർക്ക് ബസ്സിനകത്തിരുന്നാണ് വന്നത്. അപ്പോൾ ഇത് എന്തൊക്കെ ഭീഷണി മുഴക്കിയാലും ഇത് പിന്മാറില്ല. ഇത് പിന്മാറാൻ പറ്റുന്ന സമരമല്ലല്ലോ. ചേച്ചി, എന്തെങ്കിലും ചർച്ചയുടെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ചർച്ചയുടെ കാര്യങ്ങൾ ഔദ്യോഗികമായി നമ്മളെ ഇതുവരെ ആരും അറിയിച്ചിട്ടില്ല. ചർച്ചയുമായി ബന്ധപ്പെട്ടും ഇതുവരെ ആയിട്ടും ഒരു വിവരവും ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ഈ സമരപ്പന്തലിൽ നമ്മൾ 13 ദിവസമായി കണ്ടുവരുന്ന കുറച്ച് മുഖങ്ങളുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം. ചേച്ചി, എങ്ങനെയാണ് സമരം തുടരാൻ തന്നെയല്ലേ? സമരം തുടരാനാണ് നമ്മുടെ തീരുമാനം. നമുക്ക് 2 മാസം ഓണറേറിയ ഇവർ 7000 രൂപ വെച്ച് അനുവദിച്ചു എന്ന് പറയുന്നുവെങ്കിലും നമുക്ക് 1 മാസത്തെ ഓണറേറിയ തന്നിട്ടുള്ളൂ എന്ന് ഇവർ 13,000 രൂപ 13,200 രൂപ നമുക്ക് 1 മാസം തരുന്നെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് ഇപ്പോൾ വന്നിട്ടുള്ളത് 7000 രൂപ മാത്രമാണ്. ബാക്കി പൈസ നമുക്ക് തന്നേ തീരൂ. ബാക്കി പൈസ കൂടെ നമുക്ക് തരണം.
എന്നിട്ട് നമ്മളെ ഈ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമ്മളെ മുഖ്യമന്ത്രി, നമ്മളെ ആരോഗ്യ വകുപ്പ് മന്ത്രിയും നമുക്ക് സപ്പോർട്ടായിരുന്നു. നമുക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരണം, അല്ലെങ്കിൽ നമ്മളിവിടെ സത്യാഗ്രഹം തന്നെ തുടരും. ഈ വാടകയ്ക്ക് താമസിക്കുന്ന നമ്മൾ 3 മാസം കഴിഞ്ഞിട്ട് വാടക കൊടുത്താൽ മതിയെന്ന് പറഞ്ഞാൽ മതിയാ? അപ്പോൾ അവർ നമ്മളെ പിന്നെ ആശാവർക്കർ എന്നുള്ള ഇതിൽ ആരും വീട് പോലും ഇപ്പം തരുന്നില്ല. അപ്പോൾ ഞങ്ങൾ എവിടെ കിടക്കും? ഈ പാവപ്പെട്ട ഞങ്ങൾ ഒരു നിവർത്തിയില്ലാത്ത, ഞാൻ ഒരു വിധവയും കൂടെയാണ്. 2 പെൺകുട്ടികളാണ്. ആൺകുട്ടികളാണെങ്കിൽ തെരുവിലെങ്കിലും പോയി കിടക്കാം. അവർ രണ്ടൊരു കാവലെങ്കിലും ഇരിക്കും. ഒരു സ്ത്രീയായ 2 പെൺകുട്ടികളെ കൊണ്ട് എവിടെ കിടക്കും? കഴിഞ്ഞ ദിവസം 2 മാസത്തെ വേതന കുടിശ്ശിക അനുവദിച്ചു എന്ന് പറഞ്ഞു. അത് ആരെങ്കിലും അക്കൗണ്ടിൽ? ഇല്ല ഒന്നും വന്നിട്ടില്ല. മാസത്തെ പൈസ വന്നിട്ടുണ്ട്, 7000 രൂപ വന്നിട്ടുണ്ട്, ബാക്കി വന്നിട്ടേ ഇല്ല. മേഡം എൻ്റെ അവസ്ഥ ഉണ്ട്, ഒരു ബാഗ് വാങ്ങിക്കാൻ പോലും എനിക്ക് നിവർത്തിയില്ല. പിന്നും കുത്തിയിട്ടുണ്ടാണ് നടക്കുന്നത്. പറയുന്നതെന്ന് വെച്ചാൽ നമുക്ക് 13,200 രൂപ നമുക്ക് തരുന്നുണ്ടെന്നാണ് പറഞ്ഞത്. എന്നാൽ 20,400 രൂപ നമ്മളെ അക്കൗണ്ടിൽ വന്നു എന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് വന്നിട്ടുള്ളതെന്ന് വെച്ചാൽ വെറും 7000 രൂപ മാത്രമാണ്. ബാക്കി പൈസ എവിടെ? ബാക്കി പൈസ നമുക്ക് ലക്ഷ്മി ഇവർ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ സർക്കാർ 2 മാസത്തെ വേതന കുടിശ്ശിക അനുവദിച്ചിരുന്നു. പിന്നീട് ഓണറേറിയത്തിന് ഏർപ്പെടുത്തിയിട്ടുള്ള മാനദണ്ഡങ്ങളും നീക്കിയിരുന്നു. പക്ഷേ ഈ അനുവദിച്ച തുക 1 മാസത്തെ മാത്രമാണ് എല്ലാവരിലുമല്ല കുറച്ചു പേരിലെങ്കിലും എത്തിച്ചേർന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവർ മുന്നോട്ട് വെച്ച ഓണറേറിയത്തിൻ്റെ നിബന്ധനകൾ നീക്കുക, വിരമിക്കൽ ആനുകൂല്യം 5 ലക്ഷം രൂപ നൽകുക, ഈ ഓണറേറിയം 21,000 രൂപയെ വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ പൂർണ്ണമായും അംഗീകരിക്കും വരെയും ഈ സമരം തുടരും എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. ഈ സമരം ഇതിനകം തന്നെ കോൺഗ്രസ് ഏറ്റെടുത്ത് കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം കെ സുധാകരനും ഇന്നിപ്പോൾ രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെ ഈ സമരപന്തലിൽ എത്തിയിരുന്നു. എന്ത് തന്നെ ആയാലും 13 ദിവസങ്ങളായി ഈ സ്ത്രീകൾ ഈ തെരുവിൽ കിടക്കുകയാണ്. ഈ സർക്കാർ തൊഴിലാളി പക്ഷത്ത് നിൽക്കുന്നു എന്ന് പറയുന്ന സർക്കാർ ഇവരുടെ വേതനങ്ങൾ കണ്ടേ തീരൂ. എന്തായാലും തന്നെ ഈ സമരം പൂർണ്ണമായും വിജയത്തിലെത്തും വരെ തുടരാൻ തന്നെയാണ് തീരുമാനം. ലക്ഷ്മി. മീര മനോഹരനാണ് തിരുവനന്തപുരത്ത് ആശാവർക്കർമാരുടെ സമരവേദിയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്.